പുതിയൊരു വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എല്ലാവരും തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ടാകും ടൈം, ഈവനിങ് ടൈം. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് പോകുന്ന വയ്ക്കുക. ഇവിടെയല്ലേ ഇതെന്താണോ? അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് പോവാണ്. ഇവിടുന്ന് നമ്മുടെ പ്ലാൻ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ട്, മൊത്തം 2 വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളിവിടുന്ന് സ്ട്രെയിറ്റ് ആലുവയ്ക്ക്, അവിടുന്ന് നമ്മൾ കോയമ്പത്തൂരിലോട്ട് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുന്നേ ഒരു കാറ് പോയിട്ടുണ്ട്, അത് അടിമാലിയിൽ നിന്ന്. ഇവിടുന്ന് കുറച്ച് ആൾക്കാരുണ്ട്, അപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് വെറുതെ പാർക്ക് ചെയ്തെടുത്ത് നമ്മൾ ചെല്ലുന്നത്. ഇവിടെയാണ് കാശ് നമ്മുടെ കാറ് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബൈക്ക് ഇവിടെ ഇടുക, നമ്മുടെ വണ്ടി തെറ്റാണ്. നല്ല മഴയുണ്ടായിരുന്നു ഈ ടൈം. ഏകദേശം ഒരു 8 മണി ആയിട്ടുണ്ടാവും. നല്ല മഴയുള്ള സമയത്താണ് പോകുന്നത്. നമ്മൾ ഇപ്പോൾ ഇവിടെ നേരിമംഗലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അതെ, ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ നേരെ ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആലുവയിൽ എത്താനുണ്ടായതുകൊണ്ട് നമ്മൾ ഇവിടെ അധികം നേരം നിന്നില്ല. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ആലുവയിൽ. അങ്ങനെ ഇപ്പോൾ ഏകദേശം ടൈം ഒരു 11 മണി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടെ ട്രെയിൻ ചെയ്ത പ്ലാറ്റ്ഫോം ഏതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ നിൽക്കുവാണ് ഇവിടെ. ഗൈസ്, അങ്ങനെ നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് പോയി കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കറക്റ്റ് സീറ്റ് നോക്കി നമുക്ക് നല്ലൊരു പ്ലേസിലിരിക്കാൻ പറ്റിയിട്ടുണ്ട്. എടാ, ഒരു ഗ്ലാസ് ഒരു ചായ കുറച്ച് ഒരു സിപ്പ് അടിച്ചാൽ മതിടാ. ഇതിലേക്ക് ഗൈസ്, അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടൈം ഒരു 3 മണി ആയിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് 3 മണിയൊക്കെ ആയപ്പോഴത്തേനും ഇവിടെ എത്തിയിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ നമുക്ക് ഞങ്ങൾ കുറച്ചങ്ങ് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേന് എന്തോ ഒരു ബോച്ചെ ഫുഡ് എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ഇത് കണ്ടു. എന്താ കിട്ടണത് നമുക്ക് അവിടെ അറിയില്ല. ഞങ്ങൾ ചായ കുടിക്കാമെന്നൊക്കെ വെച്ചാൽ അങ്ങോട്ടേക്ക് പോയി നോക്കുവാണ് ഗൈസ്. ഹലോ ഗൈസ്, ഇവിടെ വൺ പോസ്റ്റ് അടിച്ച് എല്ലാവരും ഇരിക്കുകയാണ്. ഇത് ഇനി ഇങ്ങനെ ഇരുന്ന് ഉറങ്ങണേ. കോയമ്പത്തൂരാണ്. എടാ ഭയങ്കര ഉറക്കം. നമ്മുടെ ചായ വന്നിട്ടുണ്ട്. ചായയൊക്കെ കുടിച്ച് തീർത്തു. കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. അത്യാവശ്യം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളങ്ങനെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റിയ കുറച്ച് സ്പോട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറി നോക്കിയപ്പോൾ അടിപൊളി സ്ഥലമാണ്. ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കാൻ പറ്റി. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നീട് ഞങ്ങൾക്ക് അവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഞങ്ങൾക്ക് ഫുള്ള് അവിടെ ഒന്ന് സെറ്റാക്കി പറഞ്ഞൊക്കെ തന്നിട്ടാണ് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. അങ്ങനെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ജേണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ച് അടിപൊളിയായിരിക്കും. നമ്മളിവിടുന്ന് ഗാന്ധിപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്തിലോട്ട് നമ്മൾ ബസ് പിടിച്ച് പോവാണ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് ഓൾറെഡി. അങ്ങനെ നമ്മൾ നേരെ നമ്മൾ ഗാന്ധിപുരം എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡിലോട്ട് ചെന്നിട്ട് അവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ ഇഷയോഗി എന്ന് പറയുന്ന സ്പോട്ടിലോട്ടുള്ള ബസ്സിൽ കയറാൻ വേണ്ടി. ചേട്ടാ, ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്? ഗാന്ധിപുരം ബസ് എത്ര മണിക്കുണ്ടായിരുന്നു? നമ്മൾ അണ്ണൻ്റെ അടുത്ത് ചോദിച്ചു എത്ര ദൂരം ഉണ്ടെന്ന്. ഇവിടെ അടുത്താന്നാണ് അണ്ണൻ പറഞ്ഞത്. അങ്ങനെ കുറച്ച് നേരം ഉള്ളൂ എന്നാണ് അണ്ണൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ അണ്ണനൊക്കെ ആയിട്ട് കൂട്ടൊക്കെ പിടിച്ച് നൈസായിട്ട് എല്ലാവരും കാന്തിപുരം എന്ന് പറഞ്ഞ സ്ഥലത്തിലോട്ട് പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കാന്തിപുരം എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ബസ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഇഷ്യയിലോട്ടുള്ള ഒരു ബസ്സാണ്. ഞങ്ങളെല്ലാവരും റെഡിയായി അതിലോട്ട് കയറാൻ വേണ്ടി പോവാണ് ഗൈസ്. നമ്മൾ ഗാന്ധിപുരത്ത് നിന്ന് വണ്ടി എടുത്തു. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ ഏഷ്യയിലോട്ട്. ഇവിടുന്ന് അത്യാവശ്യം ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കൊരു ഏകദേശം ഒരു മണിക്കൂർ അടുത്തോളം നമുക്ക് ബസ്സിലിരിക്കേണ്ടി വരും. എന്നാലും ഞങ്ങൾ ബസ്സിൽ സേഫായിട്ട് കയറി ഓക്കെയാണ്. നേരെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് പോവാണ് ഗൈസ്. ചേട്ടൻ പറഞ്ഞു ഇവിടെ ആന ഉണ്ടെന്നാ.
ഫൗണ്ടേഷനിൽ വന്നിട്ടുണ്ട്. കാണാനൊക്കെ നല്ല രസമുണ്ട്. ചുറ്റിലും നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഞങ്ങൾ ഇവിടുത്തെ ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 5:30 കഴിഞ്ഞാലേ നമ്മൾ അങ്ങോട്ടേക്ക് അലോഡ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. Hello guys, welcome to Isha Foundation. നമ്മളിവിടുന്ന് ഇത് കണ്ടിട്ട് നമ്മളിവിടുന്ന് തിരിച്ചു വന്ന കൈസ്. வலது பக்கத்தில் உள்ள இலவச டெபாசிட் கவுண்டரில் டெபாசிட் செய்யவும். ഗൈസ് അങ്ങനെ നമ്മുടെ ഇഷ ഫൗണ്ടേഷൻ കണ്ടിട്ട് നമ്മളിവിടുന്ന് തിരിച്ചു വന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തിരിക്കാൻ തീരുമാനിച്ചു. നമ്മളൊരു ബസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ ബസ്സിൽ കയറി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇത് കറക്റ്റ് കോയമ്പത്തൂർ ടൗണിലോട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. കറക്റ്റ് ഞങ്ങൾ ടൗണിൽ ചെന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ ടൗണിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ നമ്മളൊരു ഹോട്ടൽ കണ്ടുപിടിക്കുകയാണ്. നമ്മൾ രാവിലെ പിന്നെ നമ്മൾ വേറെ ആരും തന്നെ ഒന്നും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അതിന് നമ്മളൊരു ഹോട്ടൽ തപ്പി. അത്യാവശ്യം ക്രൗഡുണ്ട്, നല്ല തിരക്കുള്ളൊരു ടൗണായിട്ട്. നമ്മൾ ലാസ്റ്റ് ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച്, വെജിറ്റേറിയൻ ഹോട്ടലാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ബസ്സിൽ പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് തൃശ്ശൂർക്ക് ബസ്സുണ്ട്. അവിടെ ചെന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ആലുവയ്ക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് തൃശ്ശൂർക്കുള്ള ബസ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ് ഗൈസ്. ബസ് അങ്ങനെ ഓക്കെ ആയിട്ടുണ്ട് ഗൈസ്. നമ്മളിവിടുന്ന് കറക്റ്റ് നമുക്ക് കിട്ടി. അപ്പം നമുക്ക് സീറ്റ് കൊണ്ടൊന്ന് നോക്കാം ഗൈസ്. എല്ലാവരും ഇപ്പോൾ ബസ്സിൻ്റെ അടുത്തോട്ട് പോവാണ് ഗൈസ്.
സീറ്റ് ഉണ്ടോ? ഒരു ഫുൾ ബോട്ടിൽ എടുത്തോടാ. രണ്ട് ഒരു ഇല്ലല്ലോ. ഇവരങ്ങോട്ട് പോകുന്നുണ്ട്. അത് വിളിക്കാൻ അവിടെ ബാക്കിലോട്ട് വരൂ കേട്ടാ. പണി പാടി വല്ല വന്നു ഏച്ചിൻ്റെടാ. ഏച്ച് ഗ്യാപ്പ് ഇട്ട് നമ്മൾ തൃശ്ശൂർക്കുള്ള റൂട്ടിൽ ഏകദേശം കുറേ നേരം നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബസ് നിർത്തി തന്നിട്ടുണ്ട്. എന്തെങ്കിലും ടീയോ സ്നാക്സോ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ കുറച്ച് നേരം നമുക്ക് ടൈം അവർ തന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങളിവിടെ കുറച്ച് നേരം നിന്ന് എന്നിട്ടാണ് വീണ്ടും ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൈസ്. നമ്മൾ തൃശ്ശൂർ ടൗണിലോട്ട് നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടുന്ന് ഇനിയിപ്പോൾ ആലുവയ്ക്കുള്ള ബസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളിപ്പോൾ കറക്റ്റ് തൃശ്ശൂർ ടൗണിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. എല്ലാം എടുത്തോളാം. ശരി, ബൈ, ടാറ്റ, കാണാം. നീ ഇതിന് പോണേ? ആ, ഇനി ഏറ്റവും പോയി എടുക്കണം. 500 താഴെ ഉള്ളൂ. എന്നാടാ? 100 രൂപ. എങ്ങോട്ട്? അത്ര ഉള്ളോ? എത്ര? ഒരാൾക്കോ? ആ, ഉണ്ട്. എടാ, ബാഗ് എടുത്തോ, ബാ. എന്റെ ദൈവമേ, അങ്ങനെ ഇല്ലടെ ഫ്രണ്ട് ഇരിക്കാൻ പറ്റൂല. കഴിഞ്ഞ ദിവസം മമ്മൂട്ടി മോഹൻലാലൊക്കെ വന്നത് എവിടെയാ? എവിടെയോ? എല്ലാ നടന്മാരും വന്നത് ഗ്യാതറിങ്.
വയനാടുകാർക്ക് ട്രോളല്ലേ? ശരിയാ, അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. കറുത്തൊന്നുമില്ലാത്ത ഏഹ് ഇവിടെ മാത്രം കറുത്തൊന്നുമില്ലാത്ത. പുറത്ത് വെയിലടിക്കുക അല്ലേ? നീ നാളേക്ക് കറുത്തു പ്രശ്നമുണ്ടോ? കുഴപ്പമില്ല, സൺഗ്ലാസ് ഉണ്ടല്ലോ അല്ലേ? സൺഗ്ലാസ് ഉണ്ടായതുകൊണ്ട് ആലുവയിൽ എത്താറായിട്ടുണ്ട്. എടാ നമ്മള് മെട്രോയുടെ അടി വന്നല്ലേ? നമ്മൾ എറണാകുളത്ത് എത്തി ഗൈസ്. നമ്മളിവിടെയാണ് കാറ് പാർക്ക് ചെയ്തിട്ടിരുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് കാറൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ നേരെ നമുക്ക് മാളിലോട്ട് പോകാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ടൊന്ന് ഫ്രഷപ്പ് ആവാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വണ്ടി എടുത്ത് പോവാണ് ഗൈസ്. നമ്മൾ മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. താഴെ കൊണ്ട് നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് നമ്മൾ മുകളിലോട്ട് കയറി വന്നു. എന്നിട്ട് നമുക്കൊന്ന് ഫ്രഷപ്പായിട്ട് അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചിട്ട് വേറെ പരിപാടിയൊന്നുമില്ല, കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. വേറെ പ്ലാനൊന്നും ചെയ്തില്ല, നേരെ നന്നായിട്ട് വൈകിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളുടെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ബൈ ബൈ ഗൈസ്.